ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവീവ് ഡിജിറ്റൽ ഫ്യൂച്ചർ ടോക്ക് ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഫർഹാൻ സ്രംബ്യനാണ്. ഫർഹാൻ എന്ന് പറയുകയാണെങ്കിൽ ഫർഹാൻ എക്കോഡസിൻ്റെ SEO ഹെഡാണ്. അത് കൂടെ തന്നെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ സെർച്ച് കൺസോളിൻ്റെ പ്രൊഡക്റ്റ് എക്സ്പേർട്ടും കൂടെയാണ്. സോ കൂടുതലായിട്ട് ഫർഹാനെ പറ്റി നമുക്ക് ഫർഹാനോട് തന്നെ ചോദിച്ചിട്ട് അറിയാം. സോ ഫർഹാൻ, വെൽക്കം ടു അവീവ് ഡിജിറ്റൽ ടോക്ക് ഷോ. സോ ഫർഹാൻ പിന്നെ നമ്മുടെ അലുമിനയും കൂടെയാണ്, അവീവിൻ്റെ പഴയ സ്റ്റുഡൻ്റാണ്. സോ നൗ ലെറ്റ്സ് നോ മോർ അബൌട്ട് ഹിം ഫ്രോം ഹിംസെൽഫ്. സോ ഫർഹാൻ, താങ്ക് യു. സോ ഫർഹാൻ, ഒന്ന് നമ്മുടെ ഓഡിയൻസിനെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് നീ സ്റ്റാർട്ട് ചെയ്തത്? ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫസ്റ്റ്? ഓക്കെ, ഫസ്റ്റ് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് എത്തി, അത് കഴിഞ്ഞിട്ട് നിൻ്റെ ഒരു ജേർണി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? സോ ഞാൻ ശരിക്കും പഠിച്ചതൊക്കെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ പക്ഷേ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈനറായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത സംഭവം. അപ്പോൾ ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈമായിട്ട് സെൽഫ് ലേണിംഗ് ആണ്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കോളേജ് കഴിയുന്ന സമയത്ത് നമുക്ക് കോവിഡ് വന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇയർ ഇറങ്ങുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പോൾ കോവിഡ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകേണ്ട ഒരാളാണ്. പക്ഷേ ആ കോവിഡ് വന്നതുകൊണ്ട് നമുക്കൊരു ചിന്തിക്കാനുള്ള സമയം കിട്ടി. അപ്പോൾ ചിന്തിക്കാൻ മാത്രം ഒരു ബ്രീത്തിങ് സ്പേസ് പോലെ കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു, ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ടിരിക്കല്ലേ. സോ ഞാൻ ഈ ഗ്രാഫിക് ഡിസൈനിങ് തന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു ഏജൻസിയിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 1.5 വർഷം വർക്ക് ചെയ്തു. ആ സമയത്താണ് ഞാൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ആഡ് റൺ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചാൻസ് തരുന്നു. ശരിക്കും ഞാൻ അവിടെ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്രേ അതിനെപ്പറ്റി അറിയുള്ളൂ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമ്മളെ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഞാൻ അതും കുറച്ച് ആക്റ്റീവായിട്ട് കൊണ്ടുനടന്നു. ആ സമയത്താണ് ഈ ഫേസ്ബുക്ക് ആഡ്സിനെ പറ്റി അവരെ എവിടുന്നോ കേട്ടിട്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ഒന്ന് ട്രൈ നോക്ക്, ഇത്ര എമൗണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഞാനത് ജസ്റ്റ് യൂട്യൂബൊക്കെ നോക്കി കുറച്ച് വീഡിയോസൊക്കെ കണ്ട് എനിക്കൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടി. ഞാനത് വെച്ചിട്ട് ഒരു ലീഡ് ആഡ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാലിൻ്റെ ബിസിനസ് ആയിരുന്നു. അതായത് മിൽക്ക് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് വീട്ടിലേക്ക് ഡെയിലി സബ്സ്ക്രിപ്ഷൻ ബേസിൽ ഡെലിവറി ചെയ്യുന്നൊരു ടീമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊരു ഡെയിലി വേണ്ട സാധനം ആയതുകൊണ്ടും എനിക്ക് നല്ല ലീഡ് കിട്ടി. ആകെ 3,000 അങ്ങനെ എന്തോ ആണ് ടോട്ടൽ സ്പെൻഡ് ചെയ്ത്, പക്ഷേ 140 അടുത്ത് ലീഡ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു മാർക്കറ്റിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാദ്യം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഒരാൾ എന്ത് ചെയ്യും, പോവും, എങ്ങനെ ഒരു ഏരിയയിലേക്ക് പോവും, എന്നിട്ട് അവിടെ നോട്ടീസ് കൊടുക്കും, നമ്മളിങ്ങനെ ഈ ഏരിയയിലേക്ക് ബിസിനസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ ദിവസം പോയിട്ട് ഫ്രീ ബോട്ടിൽ കൊടുക്കും, ഒരു ബോട്ടിൽ മിൽക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. മൂന്നാമത്തെ ദിവസമാണ് അവിടുന്ന് ഓർഡർ എടുത്തുകൊണ്ടിരുന്നതിന്. അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ്, ഭയങ്കര എക്സ്പെൻസീവ് പ്രോസസ്സാണ്. പക്ഷേ ആ സമയത്താണ് എനിക്കൊരു 140 ലീഡ്സ് ഞാൻ ജസ്റ്റ് ആഡ് അന്ന് ഫേസ്ബുക്ക് ആഡ്സാണ്, അപ്പോൾ അത് റൺ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണോ ഇത് സംഭവം കൊള്ളാലോ, അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ പിന്നെ കൂടുതൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് സെൽഫ് ലേൺ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഏകദേശം ഒരു 1 ഇയർ സെൽഫ് ലേൺ ചെയ്തു. ഓക്കെ, ആ സമയത്ത് ആദ്യം എനിക്ക് തോന്നുന്നു ഒരുവിധം സെൽഫ് ലേൺ ആയിരുന്ന എല്ലാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റാഡ്സിലായിരിക്കും. എനിക്കങ്ങനെ തോന്നിയില്ല, എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ അങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം മെറ്റാഡ്സ് നോക്കി. ഗൂഗിൾ ആഡ്സ് ആയിരുന്നു കുറച്ച് നമുക്ക് അങ്ങ് എത്തിപ്പെടാത്തൊരു ഏരിയ, കാരണം അത്ര റിക്വയർമെൻറ്റ് വരലില്ല. ഒരു ഫ്രീലാൻസറെ സംബന്ധിച്ചിടത്തോളം അത്ര റിക്വയർമെൻറ്റ് ആ സമയത്ത് വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഏരിയ SEO ആണ്. ഓക്കെ, അപ്പോൾ SEO ഞാൻ ഇപ്പോൾ ഇതുപോലെ സെൽഫ് ലേൺ ചെയ്യാൻ നോക്കി. 1-2 കോഴ്സസൊക്കെ ഓൺലൈനൊക്കെ ആയിട്ട് നോക്കി, പക്ഷേ അതൊന്നും ഒക്കെ പ്രീ റെക്കോർഡഡ് കോഴ്സസ് തന്നെ. അന്ന് ഈ പറഞ്ഞ പോലെ ഡിസൈനറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പോയി പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ കോഴ്സസൊക്കെ നോക്കി, യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കി ഞാനങ്ങനെ പഠിച്ച് ഒരു വെബ്സൈറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് അന്ന് അഡ്വർടൈസിങ് ഏജൻസി ഇൻ കേരള എന്നുള്ളൊരു കീവേഡാണ്. ആ കീവേഡ് ഒരു 2nd പൊസിഷൻ വരെ എത്തിച്ചു. അങ്ങനെയാണ് പിന്നെ എനിക്കൊരു ടൈം കിട്ടി കേരളത്തിൽ സെൽഫ് ലേൺ ചെയ്തിട്ടാണ്. ഇതുവരെയുള്ളതൊക്കെ കംപ്ലീറ്റ് സെൽഫ് ലേൺ ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണോ അതോ സെൽഫ് ലേൺ ചെയ്യണം എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഭയങ്കര ഫോമോ, എന്തോ ഒരു സാധനം മിസ്സിങ് ആണ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ഇപ്പോൾ സെൽഫ് ലേൺ ചെയ്യുമ്പോൾ കുറേ യൂട്യൂബ് നോക്കി പഠിക്കും. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ യൂട്യൂബ് നോക്കി പഠിക്കും. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ തന്നെയാണോ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എവിടെയോ ഒരു
എന്താ പറയുക ഒരു സിലബസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഇല്ലാതെ പഠിച്ചതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ അതൊരു ഞാൻ ഇപ്പോൾ ഡിസൈനിങ്ങിൻ്റെ ഒരു പ്രശ്നം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇപ്പോഴും ഡിസൈൻ ചെയ്യാറുണ്ട്. പക്ഷേ അതെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ കുറച്ച് ഞാൻ മൈൻഡൊക്കെ ഫ്രീ ആവാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവം പോലെയാണ് അധികം ഡിസൈൻ ചെയ്യാറുള്ളത്. ഒരു ക്ലയൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസൈനിങ് എനിക്ക് ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാം, ഞാൻ കരിയർ മെല്ലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മൂവ് ചെയ്യാമെന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഇത് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എനിക്കെന്തോ ഫുള്ളായിട്ട് പഠിച്ചിട്ടുമില്ല. സംഭവം ശരിയായിരുന്നു. ഞാൻ പിന്നെ അത് കഴിഞ്ഞ ശേഷം നേരെ അബീവിലേക്ക് വരുന്നതിലൊരു സ്റ്റോറി ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല ടു ബി ഹോണസ്റ്റ്. അതായത് ഞാൻ ഇന്ന് നൈറ്റാണ് തീരുമാനിക്കുന്നത് പഠിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ വിളിക്കുന്നത് വിപിൻ സാറെ വിളിച്ചിട്ട്, കാരണം എനിക്ക് കുറേ അക്കാദമീസ് അന്നും ഇവിടെ ഉണ്ട്. കാരണം എനിക്ക് ഒരുവിധം, കാരണം ഒരു ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാം എന്താണ് ഇൻഡസ്ട്രി, കുറച്ചെങ്കിലും ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ വരുന്ന പോലെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കുറേ അന്ന് ഇൻഡസ്ട്രിയിലുള്ള കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി കണക്ഷൻ ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും ഞാൻ വിളിച്ചിട്ട് പല ഡൗട്ടുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിളിക്കുന്നത് നേരെ വിപിൻ സാറാണ് വിളിക്കുന്നത്. സാറിന് അത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ചിട്ട് എന്നാൽ ബാച്ച് തുടങ്ങുന്ന പറഞ്ഞു, നാളെ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഡേ അഡ്വാൻസും കൊണ്ട് നേരെ വന്ന് ജോയിൻ ചെയ്ത് അന്ന് ഞാൻ ക്ലാസ്സിൽ വരുന്നു. ഓക്കെ, വേറെ ലീഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തില്ല. അതിൽ ഈ പറഞ്ഞ പോലെ എനിക്കുണ്ടായിരുന്നൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സെൽഫ് ലൈൻ ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാരും കുറ്റമല്ല, ലൈക്ക് ഞാൻ കുറേ ആൾക്കാരെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ ഒറ്റയടിക്ക് ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന ആയിരിക്കില്ല, അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ചില പോയിന്റിൽ നമ്മൾ സ്റ്റക്കായി പോകും. കാരണം ക്ലയൻറ്റിൻ്റെ ചിലപ്പോൾ പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഇത് ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള സാധനമൊക്കെ എനിക്ക് അന്നേ മൈൻഡിലുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരെ കണക്ട് ചെയ്യാൻ നോക്കും. പല ആൾക്കാരും ഫസ്റ്റ് 1-2 കോളൊക്കെ എടുക്കും. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, അവരെ കുറ്റം പറയല്ല. പക്ഷേ വിപിൻ സാർ ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിപിൻ സാർ ഫസ്റ്റ് ഡേ കോൾ എടുത്ത് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഫർഹാൻ, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, കോൾ വിളിച്ചാൽ ചിലപ്പോൾ എന്നെ കിട്ടലുണ്ടാവില്ല, ഇട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കുറേ വിപിൻ സാർക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ സാറത് നോക്കും, അതിന് റീപ്ലൈ ചെയ്യും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഓക്കെ, അവീവ് ആ ഒരു സാധനമാണ് ഉണ്ടായിരുന്നത്. ഞാൻ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ നേരെ ഇവിടെ വന്ന് പഠിച്ച്, പിന്നെ SEO ആയിട്ടാണ്, ജൂനിയർ SEO അനലിസ്റ്റ് ആയിട്ടാണ് അക്കൗണ്ട്സിൽ കയറുന്നത്. എനിക്ക് തോന്നുന്നത് 2021 ആ സമയത്താണ്. അപ്പോൾ 21-22 ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ്. ഓക്കെ, ആ സമയത്ത് കയറി ഇപ്പോൾ ഹെഡ് ഓഫ് SEO ആയിട്ട് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഫർഹാൻ ഞാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെർച്ച് കൺസോളിൻ്റെ പ്രൊഡക്റ്റ് എക്സ്പേർട്ടും കൂടെയാണ്. ആൻഡ് നെക്സ്റ്റ് വീക്ക് ആള് ബാങ്കോക്കിലേക്ക് പോവുകയാണ് ഫോർ എൻ ഈവെൻറ്റ്. ഗൂഗിളിൻ്റെ എനിക്ക് തോന്നുന്നു കേരളത്തിന് തന്നെ ഒറ്റ ഒരാളാണ് ഇവർ പോകുന്നത്. ഇന്ത്യ തന്നെ അറൗണ്ട് 4 പേര് സംതിങ് ആണ് ഉള്ളത് ആസ് പെർ ലൈക്ക് എൻ്റെ റിസർച്ച്. ഇനി ഫർഹാൻ കുറച്ചും കൂടെ വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഈ പർട്ടിക്കുലർ ഇവൻറ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ളത് ഇത് ACS സ്പെസിഫിക് ഇവൻ്റ് ആണ്. സോ ഫർഹാൻ, ലൈക്ക് ഫ്രോം SEO ടു പ്രൊഡക്റ്റ് എക്സ്പേർട്ടിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? ആൻഡ് ഞാൻ ഈ വീഡിയോ അർജൻറ്റായിട്ട് ഫർഹാൻ്റെ കൂടെ ഷൂട്ട് ചെയ്യണമെന്ന് ഒരുപാടായി പറയാൻ തുടങ്ങിയിട്ട് ഷൂട്ട് ചെയ്യണം. അടുത്ത ആഴ്ചയാണ് ബാങ്കോക്ക് പോകുന്നത്. സോ എനിക്കിതിൻ്റെ പാർട്ട് 2 ചെയ്യണം ബാങ്കോക്കിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. സോ ഫർഹാൻ, എങ്ങനെയാണ് ജേർണി ഫ്രോം SEO ടു ഗൂഗിൾ പ്രൊഡക്റ്റ് എക്സ്പേർട്ട്? സോ ഫസ്റ്റ് ഒന്ന് തിരുത്തലേക്ക്, അതായത് ഇവൻ്റ് ആക്ച്വലി സെർച്ച് സെൻട്രൽ ഡീപ്പ് ഡൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റാണ്. ഗൂഗിൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സെർച്ച് സെൻട്രൽ ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഇപ്പോൾ ഇന്ത്യയിൽ 1-2, ഇപ്പോൾ ലാസ്റ്റ് എനിക്കൊന്ന് 2023 2 ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 1 ഡേ ഇവൻറ്റ്സ് ആണ് സാധാരണ അവർ കണ്ടക്ട് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഇവരൊരു 3 ഡേ ഇവൻറ്റ്, ഇതൊരു ഓൾ ഏഷ്യ ലെവൽ ഇവൻറ്റാണ്. ഓക്കെ, ഡീപ്പ് ഡൈവ് എന്ന് പറഞ്ഞിട്ടും 3 ഡേ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കേരളത്തിൽ ഞാൻ കുറേ നോക്കി, ആരെയും കിട്ടിയിട്ടില്ല. ഞാൻ കൂടെ ഇട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് പോകാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് പോകാമല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് പേരുണ്ടാവും, കാരണം ഓൾ ഏഷ്യ ഇവൻ്റ് അല്ലേ. ഇനി കേരളത്തിൽ നിന്നും ചിലപ്പോൾ ആൾക്കാരുണ്ടാവാം, നമുക്കറിയാത്തായിരിക്കും. ഇപ്പോൾ എന്തായാലും ഇവൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റും. പക്ഷേ ഈ പ്രൊഡക്റ്റ് എക്സ്പേർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു സെർച്ച് സെൻട്രൽ കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഗൂഗിളിന് കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്.
എല്ലാ അവരുടെ പ്രൊഡക്റ്റിനും ഓരോ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെർച്ച് സെൻട്രൽ കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ ഉള്ളത്. കാരണം ഞാനൊരു SEO കൂടി ആയതുകൊണ്ട് എനിക്ക് അതിനകത്താണ് ഞാൻ കുറച്ച് ആക്റ്റീവ്. കമ്മ്യൂണിറ്റിയിലൊരു പ്രൊഡക്റ്റ് എക്സ്പേർട്ട് ആണ്. അത് സിൽവർ ഓരോ ലേബൽസ് ഉണ്ട്. സോ സിൽവർ പ്രൊഡക്റ്റ് എക്സ്പേർട്ടായിട്ടാണ് ഇപ്പോൾ ഞാനുള്ളത്. സോ ഇതെന്താ സാധനം, കുറച്ചും കൂടെ ഒരു ജേർണി, ഇതെന്താ സാധനം? ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിന് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഗൂഗിളിന് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് അവരുടെ സപ്പോർട്ട് സിസ്റ്റം ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ബേസിസിലാണ്. പിയർ ടു പിയർ സപ്പോർട്ട് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കുറേ ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കമ്മ്യൂണിറ്റിയിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കുറേ പീസ് ടോട്ടലി ഉണ്ട്. സെർച്ച് സെൻട്രൽ കമ്മ്യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സെർച്ച് സെൻട്രൽ കമ്മ്യൂണിറ്റി കുറച്ചും കൂടി ഒരു ക്ലോസ്ഡ് രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ SEOs എല്ലാവരും വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് P ലെവലിലേക്ക് ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഇത്ര പോയിൻറ്റ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ലെവലിലെത്തും. അത് കഴിഞ്ഞ ശേഷം സിൽവർ മുതലാണ് അവർ സെലക്റ്റഡാണ്. ഭയങ്കര കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ഗൂഗിളേഴ്സിനായിട്ടൊരു കണക്ഷൻ, നമുക്ക് അവരായിട്ട് കോൾ ഉണ്ടാവും, മന്ത്ലി കോൾ ഉണ്ടാവും, കുറേ ഡിസ്കഷൻസ് കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവൻറ്റിന് ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തത് എനിക്കറിയാം. അതെ, അപ്പോൾ കുറേ പേര് രജിസ്റ്റർ ചെയ്തതായിട്ട് ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ് തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കൺഫർമേഷൻ മെയിൽ വന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ SEO കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ വരും. ജസ്റ്റ് ഇതിനകത്ത് കയറിയിട്ട് പിന്നെ അവർ ആക്റ്റീവ് അല്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് കുറച്ചും കൂടി ഭയങ്കര ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് ഭയങ്കര കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ആഡ്സിന് സപ്പോർട്ട് ഡയറക്റ്റ് ഗൂഗിൾ ആഡ്സിനായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടും, ഈസിയാണ്. പക്ഷേ SEOസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണക്ഷൻ അവിടെ ഇല്ല. അതവർ തരുന്നില്ല. കാരണം അറിയാലോ, നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ ആയിട്ട് കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ SEO പെർസ്പെക്റ്റീവിൽ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ അവർ തരില്ല. എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുന്നതിൽ അപ്പുറത്തേക്കൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഗൂഗിളേഴ്സിനായിട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ അവരായിട്ടുള്ള ഡിസ്കഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അവരത് ഭയങ്കര ക്ലോസ്ഡ്, ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര സെലക്ഷൻ പ്രോസസ്സൊക്കെ വെച്ച് നമ്മൾ ടോണും നമ്മൾ എത്രമാത്രം ആക്റ്റീവ് ആണെന്നൊക്കെ ഞാൻ തന്നെ എനിക്കൊന്ന് കുറേ കാലം അതിൽ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് അവർ സെലക്ട് ചെയ്യുന്നത്. സോ ഇപ്പോഴും ഒരുപാട്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്തും ഒരുപാട് പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, സെലക്ട് ആവാതെ തന്നെ. അപ്പോൾ അത് ഭയങ്കര ക്ലോസ്ഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഞാൻ മാത്രമാണ് P ആയിട്ട് സെർച്ച് സെൻട്രൽ കമ്മ്യൂണിറ്റിയിലുള്ളത്. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു 5-6 പേര് മാത്രമാണ് മാക്സിമം ഉണ്ടാവുക ആ കമ്മ്യൂണിറ്റിനകത്ത്. അപ്പോൾ നീ പറഞ്ഞ പോലെ സെർച്ച് സെൻട്രലിൻ്റെ ഇവൻറ്റിനകത്തേക്ക് നമുക്കതൊരു അഡ്വാൻറ്റേജ് ആയി പെട്ടെന്ന്. അതെ, അവിടെ എത്തുമ്പോൾ കാണാം ശരിക്കും ഇന്ത്യയിൽ നിന്ന് എത്ര പേരുണ്ട് എന്നുള്ളത്. ഓൾ ഏഷ്യ ഇവൻ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഇന്ത്യൻസ് ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്കറിയില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിനകത്ത് ആക്റ്റീവ് അല്ലാത്ത ചിലപ്പോൾ ആൾക്കാരൊക്കെ മേ ബി ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് എക്സ്പേർട്ടിലേക്കുള്ള ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു കമ്മ്യൂണിറ്റി പേഴ്സൺ ആണ്. ലൈക്ക് അങ്ങനെയല്ല, എനിക്ക് കമ്മ്യൂണിറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഫർഹാൻ നമ്മുടെ വൺ ഓഫ് ദ ഒരു പ്രൊഡക്റ്റിൽ ഇപ്പം കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ആൾ ഒരുപാട് പ്രൊഡക്ട്സ് സെൽഫ് എന്താ പറയുന്ന നോ കോഡ് സെക്ഷനകത്ത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞ് ആൻഡ് കറൻ്റ്ലി ഒരു വലിയൊരു പ്രൊജക്റ്റിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ മൊത്തത്തിനെ തന്നെ മാനേജ് ചെയ്യുന്ന ആളാണ്. ആൻഡ് ഹീസ് പ്ലാനിങ് ടു ടേക്ക് ദാറ്റ് പ്രൊഡക്റ്റ് ടു ദിസ് ഇവൻറ്റ് ആൻഡ് അവിടെ കുറച്ച് SEO എക്സ്പേർട്ടായിട്ട് ടെസ്റ്റ് ചെയ്ത് SEO സ്പെസിഫിക് പ്രൊഡക്റ്റാണ്. സോ ഹോപ്പ്ഫുള്ളി അതും ഇതിനകത്തൊരു പ്രോസസ്സിലുണ്ട്. സോ പേര് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, ബട്ട് ഹീസ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ദാറ്റ് പ്രൊജക്റ്റ്. സോ ഫർഹാൻ, യെസ്, എല്ലാ ടൈപ്പ് കമ്മ്യൂണിറ്റിയിലും ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണെങ്കിൽ കേട്ടോ, ഞാൻ വേർഡ്പ്രസ് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഞാൻ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പോൾ SEOനകത്തൊരു കമ്മ്യൂണിറ്റി, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് ഗൂഗിളിൻ്റെ സെർച്ച് സെൻട്രൽ കമ്മ്യൂണിറ്റിനെ പറ്റി ഞാൻ കേൾക്കുന്നതും കാണുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ജസ്റ്റ് എല്ലാ ദിവസവും നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൾക്കാർ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ പിന്നെ സ്ഥിരമായിട്ട് നോക്കാൻ തുടങ്ങി. കാരണം ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്കതിനുള്ള സൊല്യൂഷൻ അവിടെ ആരെങ്കിലും റീപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് തന്നെ കുറേ ആൾക്കാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുള്ള ഉത്തരം എനിക്കറിയാം.
അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ആൻസർ ചെയ്ത് തുടങ്ങി. ആ സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആണെന്നും ഇതിനകത്ത് ഇങ്ങനെ സെലക്ഷൻ ഉണ്ടെന്നും ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ കുറേ പോയിൻറ്റ്സ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത്ര പോയിൻ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സെലക്ട് ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ആക്റ്റീവായിട്ട് പോയി. പക്ഷേ സെർച്ച് സെൻറ്റർ കമ്മ്യൂണിറ്റിനകത്ത് പോയിൻ്റ് അവർ നോക്കുന്നില്ല. പോയിൻ്റ് ഒരു മാറ്റർ ആയിരിക്കാം, പക്ഷേ അതിലേറ്റവും കൂടുതൽ ഇവർ ഇപ്പം എന്താ പറയുക, മൂന്നാമത്തെ നാലാമത്തെ സ്ലാബിലൊക്കെ എത്തേണ്ട പോയിൻ്റ് ആയാൽ പോലും ചിലപ്പോൾ ഫസ്റ്റ് സ്ലാബിൽ നമ്മൾ കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കത് പോയിൻ്റ് അവർ അത്ര നോക്കും, റെസ്പോൺസ് നോക്കും, നമ്മൾ എത്രമാത്രം ആക്റ്റീവാണ്, ക്വാളിറ്റി റെസ്പോൺസ്, AI യൂസ് ചെയ്യാത്ത നല്ല ഫ്രഷ്. അതായത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ജസ്റ്റ് ഇപ്പോൾ ChatGPT-നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ആക്കിയിട്ട് പറയും. അത് എപ്പോഴും റെലവൻ്റ് ആയിരിക്കില്ല. പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ആ വെബ്സൈറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനുള്ള ഒരു റിസോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവർ റിസോൾവ്. അപ്പോൾ അത് പിന്നെ നമ്മളെ ടോണ്, നമ്മൾ സംസാരിക്കുന്ന രീതി, മീൻസ് അവിടെ പോയിട്ട് നമ്മൾ ഭയങ്കര അഗ്രസീവായിട്ടൊന്നും അല്ലാതെ ഭയങ്കര ആ ഒരു ടോൺ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ നോക്കും. അവരെ എക്സാക്ട് ക്രൈറ്റീരിയാസ് എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത്ര പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് കയറാം. അപ്പോൾ അതിന് ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെന്നും എനിക്കറിയില്ല. പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. പിന്നെ ഇത് കുറച്ചുകൂടി ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റീൻ്റെ ഇൻറ്റേർണൽ കമ്മ്യൂണിറ്റി ഉണ്ട്, അത് കുറച്ചും കൂടി നല്ല ആക്റ്റീവാണ്, കുറച്ചും കൂടി നല്ല എന്താ പറയുക, ഇൻ്റർനാഷണൽ ലെവലിൽ കുറച്ചും കൂടി നല്ല എക്സ്പേർട്സിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഗൂഗിളേഴ്സിനായിട്ടുള്ള കണക്ഷനും, നമുക്കിപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ മന്ത്ലി ഉണ്ടാവും. അപ്പോൾ അങ്ങനൊരു അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടി ഇനീഷ്യലി കുറച്ച് അത് ഞാനൊരു ടൈമിൽ അത് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചതാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു 8 മന്തോളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ പെട്ടെന്ന് കമ്മ്യൂണിറ്റി മാനേജർ മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഓക്കെ ഞങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്, നമുക്ക് ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ പഞ്ചാബിലുള്ള ഒരാളായിരുന്നു എൻ്റെ മെൻറ്ററായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളായിട്ട് ഒരു മന്ത്ലി ഒരു 2 മീറ്റിങ്ങോ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ മൂപ്പര് കുറേ അഡ്വൈസസ് തരും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അതിൻ്റെ ബേസിസിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അവർ ഒരു ഓൺ ബോർഡിങ് കോൾ ഉണ്ട്. ഇത് ശരിക്കും NDAക്ക് സൈൻ ചെയ്ത സംഭവം. അത് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതിനകത്തുള്ള സാധനങ്ങൾ പുറത്ത് പറയാൻ പാടില്ല, അവർ ഡിസ്കഷൻസ് പുറത്ത് പറയാൻ പാടില്ല, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ NDA സൈൻ ചെയ്തതും കൂടിയാണ്. സോ ഫർഹാൻ, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ആക്ച്വലി കേൾക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ പഠിക്കാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തായിട്ട് കരിയർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരും അല്ല പിന്നെ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും. സോ ബേസ്ഡ് ഓൺ നിൻ്റെ ഒരു 5 to 6 year എക്സ്പീരിയൻസിൻ്റെ ബേസിനകത്ത് ഈ പുതിയ വരുന്ന കുട്ടികൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഒരു നല്ലൊരു കരിയർ, ബിക്കോസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക്ക് ഭയങ്കര എന്താ പറയുന്നത് AI ഓറിയൻറ്റഡും AI ഏജൻറ്റ് ഓറിയൻറ്റഡും ആണ്. സോ ഒരു ബേസ്ഡ് ഓൺ നിൻ്റെ ഒരു എക്സ്പീരിയൻസിലും കറണ്ട് സിനാരിയോനകത്ത് നീ കാണുന്ന ഒരു ബേസിസിനകത്ത് എന്തൊരു സജഷൻ ആൻഡ് ഒരു റോഡ് മാപ്പ് പോലെ അവർക്ക് എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്തൊരു നല്ലൊരു കരിയർ പ്ലാൻ ചെയ്യാൻ പറ്റും അവർ പറയാൻ പറ്റുമോ? എനിക്കൊന്ന് 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2021 ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, വളരെ കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇയറിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ കൗണ്ടും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് വേക്കൻസീസ് കൂടുതലാണ്, കാരണം കോവിഡ് കഴിഞ്ഞ് എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നൊരു സിനാരിയും കൂടി ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. അതായത് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്ന് എവിടെ നോക്കിയാലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രമാത്രം സ്റ്റുഡൻസും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കമ്പാരിറ്റീവ്ലി ഈ വേക്കൻസീസ് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ ഇത്രയും സ്റ്റുഡൻസും കൂടി വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരാളാവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു തിയറി സൈഡ് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളതായിട്ടുള്ള കുറച്ച് എഫേർട്ട് എടുത്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് ചിലപ്പോൾ ഓഫർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നമുക്കൊരു കരിയർ ഇതിനകത്ത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കൂടെ എഫേർട്ട് ഇടേണ്ട ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ 2020 ഇറങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും എഫേർട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ വേണ്ടി വരില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേക്കൻസീസ് ഉണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ നമുക്കൊരു ഒരു കംപ്ലീറ്റ് കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് ഇടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ തന്നെ AI ഏജൻസ് അല്ലെങ്കിൽ AJ ഒക്കെ പോലത്തെ കുറച്ച് കാര്യങ്ങൾ വന്ന് ഇനി കുറേ കാര്യങ്ങൾ വരാൻ പോകുന്നൊരു സിനാരിയും കൂടിയാണ്. അപ്പോൾ AI ഒക്കെ നമുക്കറിയാം, നമ്മൾ ആരോ പറഞ്ഞ് ഒരു വേർഡ് കാണും, അതായത്
AI അല്ല നിങ്ങളെ റീപ്ലേസ് ചെയ്യുക, AI യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുതന്നെയായിരിക്കും സിനാരിയോ. അതായത് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തു. നമുക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരാൾ ഒരു ദിവസം മുതൽ ഉച്ച വരെയൊക്കെ ഇരുന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മളിപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ സാറിന് അറിയുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മളത് ഓട്ടോമേറ്റ് ചെയ്ത് നമ്മൾ ഔട്ട്റീച്ച് ടീമിന് നമ്മൾ ഏജൻസ് ഉണ്ട്, പിന്നെ അതേപോലെ പ്രപ്പോസൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ AI ഓട്ടോമാറ്റിക്കലി എല്ലാ റിസർച്ചും ചെയ്ത് നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കി തരുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ എത്തിച്ച്. സോ ഉണ്ടാകാൻ പോകുന്ന സിറ്റുവേഷൻ അതന്നെ. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, AI അതിനകത്തേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി AI സെൽഫ് ലേൺ ചെയ്യേണ്ട സാധനം തന്നെ. കാരണം അത്രമാത്രം AI ടൂൾസും കാര്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം തന്നെ അത്രയും പ്രൊഡക്ട്സ് വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പുതിയ ടൂൾസ് വരുമ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സമയമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. കാരണം അത്രയും പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇപ്പോൾ കോഡ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ഞാനും കുറേ പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഡെവലപ്പറല്ല, പക്ഷേ എനിക്കും പ്രൊഡക്ട്സ് ഇറക്കാൻ പറ്റുന്നുണ്ട്. അതൊരു അറ്റ്ലീസ്റ്റ് MVP സ്റ്റേജിൽ ഒരു 2000-3000 യൂസേഴ്സൊക്കെ എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പോൾ അത്രയും മാറി. അതാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇപ്പോൾ ഡെവലപ്പിങ്ങിനകത്താണെങ്കിലും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്താണെങ്കിലും കാര്യങ്ങൾ അത്രയും മാറിക്കൊണ്ടിരിക്കുക. ഡേ ടു ഡേ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ AI നമ്മുടെ വർക്കിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഔട്ടായി പോകുന്നൊരു സിറ്റുവേഷൻ വരും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരു കമ്പനീസ് നോക്കില്ല, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു മാനുവൽ വർക്ക് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരാളും സെയിം റിസൾട്ട് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കമ്പനീസ് ചൂസ് ചെയ്യുക ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് കൊണ്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ആളെ തന്നെ ആയിരിക്കും. സോ അതും ഇതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സിലബസിൽ AI കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിൻ്റെ അപ്പുറത്തേക്ക് അത്രയും വലിയൊരു ലോകം AI ഇപ്പം തന്നെ ബിൽഡ് ആയി കഴിഞ്ഞു. കറണ്ട് സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇനിയും അത് ഡെവലപ്പ് ആവേ ഉള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്റ്റുഡൻസ് തന്നെ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു സാധനം ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഒരുപാട് ഡയറക്ടറീസ് തന്നെ കിട്ടി. ഇതൊരു തന്നെ AI for that എന്നൊക്കെ പറഞ്ഞാൽ ഡയറക്ടറി പോയി കഴിഞ്ഞാൽ പുതുതായിട്ട് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഓരോ ദിവസവും നമുക്ക് കാണാൻ പറ്റും. എല്ലാം ടെസ്റ്റ് ചെയ്യണമെന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിലേക്ക് എങ്ങനെ AI ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കും, കോഴ്സ് കഴിയും, ഇൻറ്റേൺഷിപ്പ് കഴിയും, ഒരിടത്ത് ജോബിന് കയറി കഴിഞ്ഞാൽ പിന്നെ പലരും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കുന്നില്ല. അതായത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റർ ആയി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സർവൈവ് ചെയ്യാൻ. കാരണം ഇൻഡസ്ട്രിയിൽ ഡേ ടു ഡേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ SEO മാറി ഇപ്പോൾ ആൾക്കാർ ജിയോനെ കുറിച്ചും അല്ലെങ്കിൽ അതെ ഇപ്പോഴും ലേണിംഗ് ആണ്. കാരണം കംപ്ലീറ്റ് സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ AI ഗൂഗിൾ ആഡ്സിൽ വരുന്നു, മെറ്റ ആഡ്സിൽ വരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗൂഗിൾ ആഡ്സിനൊക്കെ MCP സർവർ AI ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ വന്നു. സോ സിസ്റ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് പഠിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് ജോലിക്ക് കയറിയ ഒരാൾ പിന്നെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് ആ ഒരു 6 മാസത്തിൽ. കാരണം എസ്പെഷ്യലി AI ഉള്ളൊരു ടൈമിൽ വലിയൊരു ഗ്യാപ്പ് തന്നെ ആയിട്ട് മാറും. ഇപ്പോൾ SEOയിലാണെങ്കിലും സെയിം സിനാരിയോ തന്നെ. നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം മുമ്പ് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്തതിൻ്റെ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു 6 മാസം 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സാധനങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടേക്കും ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരുപാട് സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ SEOനകത്താണെങ്കിൽ സെർച്ച് എഞ്ചിൻ ചാനൽ മറ്റേ സെർച്ച് എഞ്ചിൻ ലാൻഡൊക്കെ പോലത്തെ റൗണ്ട് ടേബിൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മിനിമം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഓഫീസിലേക്ക് വരുന്ന സമയത്തെങ്കിലും കുറച്ച് നോക്കണം എന്ന്. നമ്മൾ ഞാൻ സ്പെഷ്യലി യൂസ് ചെയ്യുന്ന ഫീഡ്ലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഫീഡ്ലിയിലേക്ക് ഫുൾ RSS ഏതൊക്കെ വെബ്സൈറ്റ്സ് ഉണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് RSS അവിടെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമുക്ക് മൊത്തം ന്യൂസ് ഇവൻ്റെ ഡെയിലി ഹാൻഡിൻ്റെ ഒക്കെ ആപ്പ് പോലെ നമുക്ക് മോർണിംഗ് പോയി ഇരുന്നിട്ട് പോക്കറ്റിലേക്ക് ഇരുന്ന് വേണമെങ്കിൽ സേവ് ചെയ്യാം, അവിടുന്ന് റീഡ് ചെയ്യാം. ആൻഡ് ഫീഡ്ലി ഒരു റിസോഴ്സിനെ ഞാൻ ഇൻസ്റ്റാ പേപ്പറിലേക്ക് ഓർ ഫീഡ്ലി ഓർ പോക്കറ്റ് എനിക്ക് തോന്നുന്നു അവർ സ്റ്റോപ്പ് ചെയ്യാൻ പോവാ. സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. സോ നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം മോർണിംഗ് എണിച്ച് അറ്റ്ലീസ്റ്റ് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര സുഖമാണ്. കാരണം ആ വരുന്ന സമയം നോക്കിയാൽ തന്നെ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഡേ എന്താ സംഭവിച്ച് ഇൻഡസ്ട്രിയിൽ നിന്നെങ്കിലും അറിയാൻ പറ്റും. സോ ഒന്നുമില്ലെങ്കിൽ വീക്കിലി എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വന്നത് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ SEOനകത്തൊക്കെ ആണെങ്കിലും പഴയ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ഇപ്പോഴും ആൾക്കാരുണ്ട്.
അവിടെ നിന്ന് ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി ഇപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ഇൻഡസ്ട്രിയിൽ. മേ ബി അവർക്ക് റിസൾട്ട് ഉണ്ടാവുമായിരിക്കും, പക്ഷേ ലോങ് റണ്ണിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. മീൻസ് ഇൻഡസ്ട്രി ഓരോ ദിവസം കൂടുന്തോറും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റർ ആയെന്ന് പറഞ്ഞ് പോകുന്നേക്കാളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനത്തിൽ എന്നും പഠിക്കാനുണ്ട്. എത്ര കാലം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ SEO ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, അത്രയും കാലം നമുക്ക് പഠിക്കാനുള്ള സാധനം ഉണ്ട്. ഒരു ദിവസം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ദിവസം വന്ന് സ്കില്ല് പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റുന്നൊരു ഒരു ഏരിയ അല്ല ആക്ച്വലി. അപ്പോൾ അങ്ങനത്തെ കൂടി ആൾക്കാരായിരിക്കണം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരേണ്ടത്. അല്ലാണ്ട് ഇത് 9 to 5 ജോബാണെന്ന് ഓർത്തിട്ട് എന്തായാലും ഈ ഫീൽഡിലേക്ക് വരരുത്. കുറച്ച് എഫേർട്ട് നമ്മളായിട്ട് ഇടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാർക്കറ്റിംഗ് സ്കില്ലാണ് ആക്ച്വലി. അപ്പോൾ എനിക്ക് തോന്നിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ തിയറി സൈഡ് മാത്രം പഠിച്ച് അവിടെ നമ്മൾ കുറച്ച് ലോജിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നമ്മളെ ആഡ് കാണുന്നുണ്ടെങ്കിൽ ആളെ പറ്റി മനസ്സിലാക്കി അങ്ങനെയൊക്കെ ആഡ് റൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ SEO ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. So Farhan, thank you for all your informations. So നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ചെയ്യണം when you come back from Bangkok. So അന്നേരം നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നീ കാണുന്ന എന്താ സാധനങ്ങൾ നമുക്ക് സംസാരിക്കാം. പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഈ 3 സെക്ഷൻസ് പ്രിപ്പയർ ആയിട്ട് തന്നെ വരണം. ഒന്ന് പഠിക്കണം, ആഫ്റ്റർ എന്താ പറയുന്നത് ജോബിൽ കയറി കഴിഞ്ഞാൽ പരിപാടി തീർന്നതല്ല, പുതിയ വരുന്ന സാധനങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്യാൻ പറ്റണം. തേർഡ് വൺ, so many institutes are there, so do your proper research, don't go on only Instagram and ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ പുറകെ നടക്കരുത്. ബി സീരിയസ് ആൻഡ് ബിക്കോസ് ഇതിനകത്ത് നിങ്ങൾ നെക്സ്റ്റ് കരിയർ നിങ്ങൾ ഇതിനകത്തോട്ടാണ് ഇടുന്നത്. സോ ഒബ്വിയസ്ലി അത്ര ഒരു ഡെപ്ത് റിസർച്ച് ചെയ്തിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫർഹാൻ and thanks for giving us a time, and hopefully നിൻ്റെ പരിപാടി നടക്കട്ടെ ആൻഡ് പ്രൊഡക്റ്റ് അവിടെ ലോഞ്ച് ആവട്ടെ ആൻഡ് നമുക്ക് ഇവിടെ ബീറ്റ ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും, ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ട്. സോ താങ്ക്സ് ഫോർ കമ്മിങ് ഇൻ.